പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ, സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിൽ, സഹായ സഹകരണങ്ങൾ എത്തിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കരുതലിനായി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി. എന്തിനാണ് നമ്മുടെ നെയ്യാറ്റിൻകര ആരംഭിക്കുവാൻ പോകുന്ന ആ മീറ്റിങ്ങിനായുള്ള നിങ്ങളുടെ പ്രാർത്ഥന സഹകരണം ഒത്തിരി പേർ വിളിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട് എന്തായെന്ന്. അതെ, ഞങ്ങളെപ്പോലെ നിങ്ങളും ഏറെ ആകാംക്ഷയോടെ ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അതിൽ സന്തോഷിക്കുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ഓരോന്നോരോന്നായി ക്രമീകരിച്ച് മുൻപോട്ട് പോകുന്നു. ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിച്ചാൽ മാത്രമേ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആരംഭിക്കുവാൻ കഴിയത്തുള്ളൂ. ഏറ്റവും ആവശ്യം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഒപ്പം നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ പങ്കാളിത്തം. നെയ്യാറ്റിൻകര അമരവിളയിൽ താന്നിമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് MS ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയിൽ ഒരുങ്ങുന്നു. നമ്മൾ പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങുക. അതെ, നിങ്ങളുടെ ജീവിതം മാറുന്ന അനുഭവത്തിനായി, ദേശത്തിന് മധ്യത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ, ഒരു പുതിയ തുടക്കമായി അത് മാറട്ടെ. പ്രാർത്ഥന കുറയ്ക്കേണ്ട, ഒരുങ്ങുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. 3 മണിക്കാണ് ഞായറാഴ്ചകളിൽ മീറ്റിംഗ് ആരംഭിച്ചാൽ 3 മണിക്കായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. ആ ഏരിയകളിലുള്ള എല്ലാവർക്കും കടന്നു വരുവാൻ കഴിയും. വാഹനമുള്ള മെയിൻ ഹൈവേയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല, യാത്രാക്ലേശമില്ല. ഓക്കെ, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുവാൻ പറഞ്ഞൊരു സന്തോഷ വർത്തമാനം പ്രവചന ദൂതായി വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. വാക്യം ഇതാണ്. ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: രാജാവിൻ്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശാലോം ഇവണ്ണം തന്നെ ചെയ്തു. അങ്ങനെ അബ്ശാലോം ഇസ്രായേലിയരുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. ദൂത് ഇതാണ്: നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ വശീകരിച്ച് നിങ്ങളെ ഒഴിവാക്കിപ്പിക്കുമാറാക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ, ആ പൈശാചിക മണ്ഡലം വ്യാപരിക്കുന്ന വ്യക്തികളെ തകർത്ത് ഒഴിവാക്കപ്പെട്ടിടത്തു നിന്ന് നിങ്ങളെ ദൈവം തിരികെ വരുത്തും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെ നിന്ന്, ആരുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട്, സ്വാധീനം കൊണ്ട് നിങ്ങൾ ഒഴിവാക്കപ്പെട്ടുവോ, അതെ, അവിടേക്ക് നിങ്ങൾ തിരികെ വരുവാൻ പോകുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറയേ. സഹോദരി, സഹോദര, നീ ആയിരിക്കുന്ന ആ തൊഴിലിടത്തിൽ പലരുടെയും സ്വാധീനം, പലരുടെ ഇൻഫ്ലുവൻസ്, പലരും നിന്റെ സ്ഥാപനത്തിലെ പലരുടെ ഹൃദയത്തെ വശീകരിച്ചതുകൊണ്ട്, മധുര വാക്കുകൾ പറഞ്ഞ് പലതും ഓഫർ ചെയ്ത് വശീകരിച്ചതുകൊണ്ട് നിന്റെ സ്ഥാനം നഷ്ടമായി. അതെ, നീ ജോലിയില്ലാത്തവനായി മാറി. നീ അവിടെ പ്രശ്നത്തിന് മധ്യത്തിലായിത്തീർന്നു. സമാധാനമായി, സ്വസ്ഥമായി, പലതും നല്ലത് അനുഭവിച്ചിരിക്കേണ്ട നീ കഠിനതയിലൂടെ കടന്നു പോകുന്നു. മറ്റാർക്കുമില്ലാത്ത പ്രശ്നം നിനക്ക് വിരോധമായി ഉണ്ടാകുന്നു. എന്നും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. എന്നും നീ പരാതി കേൾക്കേണ്ടി വരുന്നു. എന്നും ബോസിൻ്റെ ക്യാബിനിൽ നിന്ന് നീ തലകുനിച്ച് ഇറങ്ങി വരേണ്ടി വരുന്നു. എന്നും ഭയപ്പാടിൻ്റെ ഒരു വാറോല നിനക്ക് വിരോധമായി നീട്ടപ്പെടുന്നു. ഇങ്ങനെയാണെങ്കിൽ പറ്റത്തില്ല, ഇങ്ങനെയാണെങ്കിൽ ഇവിടെ തുടരണ്ട, വേറെ ജോലി നോക്ക്. അയ്യോ, ഇതെന്താ സംഭവിച്ചത്? അതുതന്നെ, അവരുടെ ഹൃദയത്തെ വശീകരിച്ചിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ ചിലർ വശീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു തോന്നൽ ഒക്കെ വന്നു, ആമേൻ, നിന്നെക്കാൾ അവരാണ് നല്ലത് ആ ജോലി ചെയ്യുവാൻ. അല്ലേ സഹോദരി, നീ ഒരുപാട് കഷ്ടപ്പെട്ട്, സ്തോത്രം, വിദേശത്താണ്, മറ്റുള്ളവർ പറയുന്നുണ്ട്, അയ്യോ നീ അവിടെ പോയി രക്ഷപ്പെട്ടു, നീ കഷ്ടപ്പെടുന്നത് നിനക്കല്ലേ അറിയത്തുള്ളൂ. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു അടിമയെ പോലെ ജോലി ചെയ്തു, പൂ പോലെ അവരെ കൊണ്ടു നടന്നു. ഇപ്പോൾ ചിലരെ കണ്ടപ്പോൾ അവർക്കൊരു ചിന്ത, നിന്നെക്കാളും അവർ കൊള്ളാം. അവരുടെ ഹൃദയം ഇവരെ വശീകരിച്ചു. അർത്ഥം, നിന്റെ തൊഴിൽ നഷ്ടപ്പെടുവാൻ പോകുന്നു. നീ അതിനകത്ത് ചെയ്യുന്നതെല്ലാം കുറ്റം. ഇന്നലകളിൽ നല്ലത് കേൾക്കുവാനിടയായിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പം കുറ്റമാണ്, അല്ലേ? ഇന്നലകൾ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലത്. അയ്യോ, ഇതുപോലൊരു നിന്നെ കിട്ടിയത് തന്നെ എന്ത് ഭാഗ്യമാണ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഈ ബെട്ടയിൽ തട്ടിപ്പോയേനെ, ചാകറായി കിടന്നതാ. നീ ആ പരിചരിച്ച് ഒരുവിധം ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നേ.
അപ്പോൾ നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തു പറഞ്ഞാലും ദേഹത്തൊന്ന് തൊട്ടാ നീ കരയുക. സ്തോത്രം. നിന്റെ കണ്ണുനീരിനെ കർത്താവ് അറുതി വരുത്തുക. വശീകരിക്കുന്ന ചില വ്യക്തികൾ, ചിലതിനെ വശീകരിച്ച് നിങ്ങളിൽ നിന്ന് കൈവശമാക്കുവാൻ നിൽക്കുന്ന ചില വ്യക്തികൾ. നോക്കൂ, വാക്യത്തിന് അടിസ്ഥാനമായിരിക്കുന്ന സംഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയാൽ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദാവീദ് എന്ന അനശ്വരനായ അനുഗ്രഹീതനായ ദൈവഭക്തൻ, ഇസ്രായേലിൽ ഏറ്റവും ശക്തനായ രാജാവ്, ഇതുപോലൊരു രാജാവ്, ഇന്നൊരു ശക്തനായ രാജാവ് പ്രധാനമന്ത്രി എന്ന പേരിൽ ഇസ്രായേലിനുണ്ട്. അതിലും ശക്തൻ ആമേൻ, ലോകം കണ്ട ഏറ്റവും ശക്തനായ രാജാവ്. ആ രാജാവിൽ നിന്ന്, ആ രാജാവിൻ്റെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ, യുദ്ധ ബലം, തൻ്റെ ഭരണ നൈപുണ്യം അനുഭവിച്ച് ഒരു വലിയ രാജ്യമായി മറ്റുള്ളവർ, ചുറ്റുമുള്ള ശത്രുക്കളായവർ കണ്ട് ഭയപ്പെട്ട് ഓടും വിധത്തിൽ ശക്തരായി നിന്ന ജനം. നോക്കി, അവരുടെ ഭാഗ്യമൊന്ന് ചിന്തിച്ചു നോക്കി. ഒരുത്തരും ഇസ്രായേലിൽ ദാവീദുള്ള സമയത്ത് കയറി യുദ്ധത്തിന് വരത്തില്ല. വന്നാൽ വന്നതുപോലെ തിരികെ പോകത്തുമില്ല. സ്തോത്രം. ഇസ്രായേലിയരിൽ ഒരുത്തൻ്റെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ അവനുള്ളത് കൂടെ കാണാതെ പോകും. കാരണം അവർക്കൊരു ശക്തനായ രാജാവുണ്ട്. അങ്ങനെ യുദ്ധനിപുണനായ ശക്തനായ ഭക്തനായ ആ രാജാവിൽ നിന്ന് ഈ ജനത്തിൻ്റെ ഹൃദയത്തെ അബ്ശാലോം എന്ന രാജാവിൻ്റെ പുത്രൻ തന്നെ വശീകരിച്ചെടുക്കുക. ആമേൻ. ജനത്തിന് മുൻപിലേക്ക് അബ്ശാലോം തന്നെ അങ്ങ് വയ്ക്കുക. നോക്കൂ, ആ ഭാഗമൊക്കെ 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ, 15-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. അബ്ശാലോം അങ്ങ് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക, ചിരിയോടെ എന്നും പറഞ്ഞിട്ട്. അയ്യോ, നിങ്ങളിങ്ങനെ ഇറങ്ങി വന്ന് ആശ്ലേഷിക്കുവാൻ, നിങ്ങളുടെ അടുത്ത് ഇറങ്ങി വന്ന് ന്യായം പാലിച്ചു തരാൻ നിങ്ങൾക്കൊരു രാജാവില്ലാതെ പോയല്ലോ, ന്യായാധിപതി ഇല്ലാതെ പോയല്ലോ, എന്നെ അങ്ങനെ ആക്കാതെ പോയല്ലോ. സോപ്പ്. ആമേൻ. സോപ്പിട്ട് വചനം പറയുന്നു, അവരുടെ ഹൃദയം വശീകരിക്കപ്പെട്ടു. അവർ നോക്കിയപ്പോൾ, അയ്യോ ശരിയാ, ഞങ്ങളുടെ രാജാവ് അങ്ങ് കൊട്ടാരത്തിലാണല്ലോ ഇരിക്കുന്നത്. എന്തെങ്കിലും ഞങ്ങൾക്ക് അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങ് പോകണം. രാജാവ് ഇരിക്കേണ്ട സ്ഥാനത്തിരിക്കണം, ശുശ്രൂഷകൻ ഇരിക്കേണ്ട സ്ഥാനത്തിരിക്കണം. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. അവിടെ ഇരിക്കുമ്പോഴാണ് ആ സ്ഥാനത്തിനും ആ പൊസിഷനും ഒരു പവറുണ്ട്. സ്തോത്രം. ആമേൻ. സ്തോത്രം. എന്നോടൊരിക്കൽ ഒരു ശുശ്രൂഷകൻ വിളിച്ചിട്ട് ചോദിച്ചു, ദൈവദാസനെ, നമ്മൾ ഇങ്ങനെ ഇറങ്ങി ചെല്ലണോ, നമ്മൾ എവിടെ നിൽക്കണം? ഞാൻ പറഞ്ഞു, ഇറങ്ങി ചെല്ലുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരാവശ്യവുമായി ഒരാൾ വരുമ്പോൾ നമ്മൾ എവിടെയായിരിക്കണം? നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. നമ്മൾ പ്രാർത്ഥനാ മുറിക്കകത്തായിരിക്കണം. ആമേൻ. അവിടെയാണ് നമ്മൾ ശക്തരായിത്തീരുന്നത്. ആമേൻ. നിങ്ങൾ ആരുടെ അടുക്കൽ കടന്നു പോകുന്നു, എവിടേക്ക് നിങ്ങളുടെ ആവശ്യങ്ങളുമായി നിങ്ങൾ ചെന്നെത്തുന്നു, ഇതൊന്നുമല്ല നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമായി മാറുന്നത്. നിങ്ങൾ ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടോ? ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരുവന്റെ അടുക്കൽ നിങ്ങൾ എത്തിച്ചേരുമെങ്കിൽ ആ സാന്നിധ്യത്തിന് ശക്തിയുണ്ട്. സ്തോത്രം. പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർ അനുഭവിക്കുന്നത് ആ സാന്നിധ്യത്തിലൂടെ വെളിപ്പെട്ട് വരുന്ന വിടുതലാണ്. അപ്പോൾ രാജാവിന് അങ്ങനെ ഇറങ്ങി തേരാപ്പാര നടക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരത്തില്ല. സ്തോത്രം. ഒരുപക്ഷെ നമുക്കിങ്ങനെ ഒത്തിരി നേരം മണിക്കൂറുകളോളം കഥ പറഞ്ഞിരിക്കുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പുറത്തവരുടെ ഇപ്പുറത്തവരുടെയൊക്കെ വിശേഷങ്ങൾ പറയുവാനോ അവരുടെ കുറ്റം പറയുവാനോ ഒന്നും കഴിഞ്ഞെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഈ മെസ്സേജുകളുടെ ഇടയിൽ പോലും അത് ആവശ്യമില്ലെന്നറിയാം, എങ്കിലും പറയുന്നത്, ഈ കുറ്റം പറയുന്നത് അത് എനിക്കൊട്ടും താല്പര്യമില്ലാത്ത വിഷയമെന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ്. ദയവ് ചെയ്ത് കുറ്റം പറയാൻ വേണ്ടി വിളിക്കരുത്, കുറ്റം പറയിപ്പിക്കാൻ വേണ്ടി വിളിക്കരുത്. എനിക്ക് താല്പര്യമില്ല, എനിക്ക് നല്ലത് പറയുവാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ യേശുവിനെ കുറിച്ച്, നല്ലവനായ എൻ്റെ യേശുവിനെ കുറിച്ച് വാതോരാതെ പറയും. എത്ര സമയമെടുത്ത് വേണമെങ്കിൽ പറയും. ഇപ്പോഴും സംസാരിക്കുമ്പോൾ ത്രോട്ടിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, പനിയുടേതായ ബുദ്ധിമുട്ടുണ്ട്, ട്രിപ്പ് എടുത്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിട്ടും ഇരിക്കുന്നത് നല്ലവനായ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി. കുറ്റം പറയുവാൻ താല്പര്യം ഇല്ല. അപ്പോൾ നോക്കിയേ, രാജാവിൻ്റെ അടുക്കലേക്ക് എത്തുവാൻ ഇവർക്കൊക്കെ ഒരു മടി. കാരണം എന്താ? അബ്ശാലോം സുന്ദരനാണ്, യൗവനയുക്തനാണ്, സൂപ്പറാണ്, ഇറങ്ങി മേഞ്ഞു നടക്കുക. ആമേൻ. സ്തോത്രം. അവൻ ഇവരുടെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. ഫലമോ? ഭക്തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ചിലർ വശീകരിക്കുമോ നിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. അയ്യോ, സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. ഫലമോ? ഒഴിവാക്കപ്പെടും. ഞാനീ പറഞ്ഞില്ലേ, തുടക്കം എന്താ? എപ്പോഴും കുറ്റം പറച്ചില്ല, അല്ലേ സഹോദരി? ഒരു കാരണമില്ല, ചുമ്മാ കുറ്റം പറച്ചില്ല. രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ കുറ്റം പറച്ചില്ല. തൊടുന്നതിനും പിടിക്കുന്നതിനുമല്ല. ആഹാരം ഉണ്ടാക്കിയാൽ കുറ്റം പറച്ചിൽ, ഉണ്ടാക്കിയില്ലെങ്കിൽ കുറ്റം പറച്ചിൽ. പാത്രം നൂത്ത് വെച്ചാൽ കുറ്റം പറച്ചിൽ, കമത്തി വെച്ചാൽ കുറ്റം പറച്ചിൽ. ചെരുപ്പ് വീട്ടിൻ്റെ നടയിൽ കിടന്നാൽ കുറ്റം പറച്ചിൽ, ചെരുപ്പ് വീട്ടിൻ്റെ നടയിൽ ഇല്ലെങ്കിൽ കുറ്റം പറച്ചിൽ. വാതിൽ അടച്ചാൽ കുറ്റം, തുറന്നാൽ കുറ്റം. ലൈറ്റ് ഇട്ടാൽ കുറ്റം, ലൈറ്റ് ഇട്ടില്ലെങ്കിൽ കുറ്റം. ഫാൻ ഇട്ടാൽ കുറ്റം, ഫാൻ ഇട്ടില്ലെങ്കിൽ കുറ്റം. സൂര്യൻ ഉദിച്ചാൽ കുറ്റം, സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ കുറ്റം. അയ്യോ, ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്നവരുണ്ട്. മൂടിഞ്ഞവളെ, നീ കാരണമാണ് സൂര്യൻ. ഇത് പറയുമ്പോൾ സഹോദരിമാർക്കൊക്കെ ഒരു ചിരി വന്നു. ദൈവദാസന് കാര്യം മനസ്സിലായി.
സഹോദരന്മാരുടെ കാര്യം ഇതിനേക്കാളും ഒക്കെ ഗതിയാണ്. ആമേൻ. കുറ്റം കേട്ട് കേട്ട് ചാടി ഓടുകയാ എവിടെയെങ്കിലും പോയിരുന്ന്. ആമേൻ. പലരും നിങ്ങൾക്കൊപ്പമുള്ളവരെ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കേണ്ടതിനെ വശീകരിക്കുമ്പോൾ അവർ നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് തുടങ്ങും. സ്തോത്രം. കുറ്റം കൂടുതലായിട്ട് വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം, അവർ വശീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് മനുഷ്യനാലാകാം, പിശാചിനാലാകാം, അവർ വശീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ അവരിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം വെളിപ്പെട്ട് നിൽക്കുന്ന ആ വശീകരണ മണ്ഡലത്തെ കർത്താവിന് തകർക്കുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ ഭർത്താവിനെ വശീകരിച്ചിരിക്കുന്ന, നിന്റെ ഭാര്യയെ വശീകരിച്ചിരിക്കുന്ന യേശുവിൻ നാമത്തിൽ. ആമേൻ. അബ്ശാലോമിനെ പോലെ അങ്ങ് ഇറങ്ങിപ്പോകുക. ഭാര്യയ്ക്കൊരു പരിധിയുണ്ട്, ഭർത്താവിനൊരു പരിധിയുണ്ട്. പരിധി എന്ന് പറഞ്ഞാൽ, അയ്യോ, ഭാര്യയുടെ പരിധി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ചിന്തിക്കും, എന്തിനാ പരിധി? ആ പരിധി എന്ന് പറഞ്ഞത് സ്നേഹം മാത്രമല്ല, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭർത്താവിനും സ്തോത്രം സ്നേഹം മാത്രമല്ല, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് നമുക്ക് ഈ വെളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നവരിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. അയ്യോ എന്ത് സ്നേഹമാ. ആമേൻ. സ്തോത്രം. നോക്കിയേ, ഈ അബ്ശാലോം കുമാരൻ ഇറങ്ങി വന്ന പോലെ സുന്ദരനാണ്, പ്രായം കുറവാണ്, എല്ലാം കൊണ്ട് സൂപ്പറാണ്. അങ്ങനെ ചിലർ വശീകരിച്ചിരിക്കുന്നു. ചിലരുടെ വശീകരണ വാക്കുകളിൽ പെട്ടുപോയി കുടുംബജീവിതം തകർന്ന് ഇനി മുൻപോട്ടില്ല എന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദരി, നിന്നോടാ പ്രാർത്ഥിക്ക്. ആ വശീകരണ മണ്ഡലത്തെ കർത്താവ് തകർക്കും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലർ ഒഴിവാക്കപ്പെട്ടു പോയി. ചിലരുടെ വാക്കുകളാൽ വശീകരിക്കപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താവിനാൽ ഒഴിവാക്കപ്പെട്ട ഭാര്യയായി നീ എന്നെ കേൾക്കുന്നുണ്ട്. അവർ പറയുന്നതേ അവൻ കേൾക്കത്തുള്ളൂ. അവരെന്ത് പറഞ്ഞാലും അവൻ കേൾക്കും, അവരെന്ത് പറഞ്ഞാലും അവൻ ചെയ്യും. അങ്ങനെ തന്നെ ചെയ്യും. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. ഇതുവരെ ഭാഗ്യം കൊണ്ട് അവരത് പറഞ്ഞില്ല. അതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് സഹോദരി നീ ഭാരപ്പെട്ടായിരിക്കുക. സ്തോത്രം. ആ വശീകരിച്ച ആ മണ്ഡലത്തെ കർത്താവ് തകർക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഇസ്രായേലിയരുടെ ഹൃദയത്തെ വശീകരിച്ചു. അപ്പോൾ ഇസ്രായേലിയർ മാറി. അർത്ഥം രാജാവല്ലാതായിത്തീർന്നു. നിന്റെ സ്ഥാനം പോയി, ഭാര്യ എന്ന സ്ഥാനം പോയി, ഭർത്താവ് എന്ന സ്ഥാനം പോയി, ജോലിക്കാരൻ എന്ന സ്ഥാനം പോയി, ശുശ്രൂഷകൻ എന്ന സ്ഥാനം പോയി. ആമേൻ. ഇപ്പോൾ വിശ്വാസികൾക്ക് വേണ്ട, വിശ്വാസികൾക്ക് തിരിച്ച് തട്ടിക്കയറാൻ തുടങ്ങി. സ്തോത്രം. ആമേൻ. എന്തൊരു കഷ്ടമല്ലേ. സ്തോത്രം. എനിക്കതറിയാം. അവൻ ചെറിയൊരു വാക്ക് മതി. കാരണം നമ്മുടെ ഒരുപക്ഷെ ശുശ്രൂഷ ചെയ്യുന്നവർ അവരെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ശുശ്രൂഷിക്കുന്ന ആർക്ക് വേണ്ടിയാണോ ശുശ്രൂഷിക്കുന്നത് അവരുടെ എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും കേൾക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ചേർത്ത് നിർത്തുവാനും ഒക്കെ ശുശ്രൂഷകന് കഴിയും. പക്ഷേ ശുശ്രൂഷകൻ്റെ വേദനയൊന്നും ഇവരടുത്ത് പറയാൻ പറ്റത്തില്ല. അവന് മനുഷ്യനാണല്ലോ. അവൻ അനുഭവിക്കുന്ന സ്ട്രെസ്സ്, അവൻ അനുഭവിക്കുന്ന ഭാരം, അവൻ്റെ ടെൻഷൻ, അവൻ്റെ ആവശ്യങ്ങൾ, ഇതൊന്നും ഒരു പരിധിയിൽ കൂടുതൽ ആരടുത്തും പങ്കുവയ്ക്കുവാൻ കഴിയത്തില്ല. ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നവൻ. ഇതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഒരുപക്ഷെ മക്കളെക്കാൾ കുടുംബത്തെക്കാൾ കൂടുതൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, തൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി തന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ദൈവം തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൻ എനിക്കറിയാം. ആമേൻ. എല്ലാ ദിവസവും ഉച്ചവരെ ഈ ട്രിപ്പ് എടുക്കുമ്പോഴും ഉച്ചവരെ കഴിക്കത്തില്ല. ഡോക്ടർ നേഴ്സും ചോദിക്കും, കഴിച്ചോ ഞാൻ പറയും കഴിച്ചു കഴിക്കത്തില്ല. ആമേൻ. സ്തോത്രം. ഉപവസിക്കുന്നതാ. ആമേൻ. സ്തോത്രം. അത് ഏകദേശം 5-6 വർഷമാകാൻ പോകുന്നു. ദൈവസന്നിധിയിലുള്ള തീരുമാനമാണ്. ഇന്നതൊരു ശീലമായി കേട്ടോ. ആരും വിഷമിക്കൊന്നും വേണ്ട. ഇപ്പം എൻ്റെ ബയോളജിക്കൽ ബ്ലോക്ക് അതിനനുസരിച്ച് ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആമേൻ. അപ്പോൾ അങ്ങനെ ആ രാവിലത്തെ ആഹാരം ഇല്ല എന്നുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. ശരീരം അതിന് ക്രമീകൃതമായിട്ടുണ്ട്. പക്ഷേ എന്തിനാ? ആമേൻ. സ്തോത്രം. വിളിച്ചറിയിക്കുന്ന ഓരോ വിഷയങ്ങളോടുമുള്ള കമ്മിറ്റ്മെൻറ്റ്. നിങ്ങൾ എന്ത് വിശ്വാസത്തോടെ ആയിരിക്കും ഒരു വിഷയം വിളിച്ചറിയിക്കുന്നത്? അത് എൻ്റെ രൂപം കണ്ടിട്ടാണോ, എൻ്റെ ഭാവം കണ്ടിട്ടാണോ? അല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ദിവസനിൽ നിൽക്കുന്നവനാണ്. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ, ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി ഉപവസിച്ചാൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. ആ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ വിഷയങ്ങൾ പോലും മാറ്റിവെച്ച് ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എനിക്കറിയാം. അപ്പോൾ അങ്ങനെ വിശ്വാസികളിൽ നിന്ന് ഒരു വാക്ക് കേട്ടാൽ മതി തകർന്നു പോകും. അതങ്ങനെയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒരു വാക്ക് കേട്ടാൽ മതി തളർന്നു പോകും. സ്തോത്രം. തളർത്തുവാൻ വേണ്ടി പിശാച് എന്ത് ചെയ്യും? അവരുടെ ഹൃദയങ്ങളെ വശീകരിക്കും. വിശ്വാസികളുടെ ഹൃദയങ്ങളെ വശീകരിക്കും. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ അധികം പ്രാർത്ഥിക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ അധികം കരയുന്നത്, സഹോദരി നീ കരയുക. നിന്റെ ദേശത്തിൽ ഒത്തിരി കുടുംബങ്ങൾക്ക് വേണ്ടി നീ കരയുക, ഒത്തിരി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ കരയുക. നിന്റെ കണ്ണുനീർ ഒഴുകുന്നത് മുഴുവൻ നിന്റെ ചില ബന്ധുക്കളെ ബേസ് ചെയ്തിട്ടാണ് അവരായിരിക്കുന്ന അവസ്ഥ. ആ ബന്ധുക്കളിൽ നിൻ്റെ മക്കളുണ്ട്, നിൻ്റെ ഭർത്താവുണ്ട്, നിൻ്റെ സഹോദരങ്ങളുണ്ട്, നിൻ്റെ ദേശവാസികളുണ്ട്, നീ അറിയുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി നിൻ്റെ ഹൃദയം കലങ്ങുകയാണ്.
ആമേൻ. നീ പ്രാർത്ഥിക്കുന്നത്, നീ കരയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ പലപ്പോഴും അവരുടെ ഹൃദയത്തെ പോലും പിശാച് വശീകരിച്ച് നിനക്ക് ശത്രുവാക്കി നിന്നെ ഒഴിവാക്കുന്നു. ആമേൻ, സ്തോത്രം. അവർക്ക് പ്രാർത്ഥന ആവശ്യമാണ്, പക്ഷെ നീ പ്രാർത്ഥിക്കണ്ട. നീ പ്രാർത്ഥിച്ചാൽ അത് പരിഹാസത്തിന് കാരണമാകുന്നു, അത് നിരാശയ്ക്ക് കാരണമാകുന്നു, നിന്റെ നിരാശയ്ക്ക് കാരണമാകുന്നു, അപമാനിക്കപ്പെടുന്നു. കേൾക്ക്, അവരെ വശീകരിച്ച ആ പൈശാചിക മണ്ഡലത്തെ യേശു തകർക്കുവാൻ പോകുക. ശുശ്രൂഷക, പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദര, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന കുഞ്ഞുമക്കളെ കേൾക്ക്, അവരെ വശീകരിച്ച ആ പൈശാചിക മണ്ഡലത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്ന വ്യക്തികളെ എൻ്റെ യേശു തകർക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വശീകരിച്ചു കൊണ്ടുപോകുക. നിങ്ങളുടെ തലമുറകളെ നിങ്ങളിൽ നിന്ന് വശീകരിച്ചു കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നില്ലേ, അയ്യോ എങ്ങനെയാണ് ഇവരൊക്കെ ഇങ്ങനെ ആയിപ്പോയത്, എൻ്റെ സ്നേഹം എന്തുകൊണ്ടാണ് ഇവരറിയാത്തത്? സങ്കടം സഹിക്കുവാൻ കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. എനിക്ക് ഇപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്കത് നല്ലതുപോലെ സംസാരിക്കുവാനായിട്ട് കഴിയും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ട്രിപ്പൊക്കെ എടുത്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് രാത്രി വീട്ടിൽ വന്നിട്ട് മൂത്ത ആളിന് സുഖമില്ല. അപ്പോൾ മൂത്തയാളിനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റത്തില്ല. അവന് ഹാർട്ടിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിത്രയിലെ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് അതിനടുത്തുള്ള SITയിലാണ് ജനറലായിട്ട് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ രാത്രി ഏകദേശം 8:30 കഴിഞ്ഞപ്പോൾ അവനുമായിട്ട് അവിടേക്ക് ഏകദേശം 28 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി 2 മണി കഴിയുമെന്ന് തോന്നുന്നു തിരികെ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അത്രയും നേരം ഉറക്കം കളയുന്നത് മാത്രമല്ല, ഈ ട്രിപ്പും ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് ശരീരമായിട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. നിൽക്കണമെന്നുണ്ട്, ഇരിക്കണമെന്നുണ്ട്, കിടക്കണമെന്നുണ്ട്, വല്ലാത്തൊരവസ്ഥ. എന്നിട്ടും അവന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യം ചെയ്യുമ്പോൾ തിരിച്ച് അവനിൽ നിന്ന് കേൾക്കുന്ന ഒരു ചെറിയ വാക്ക് പോലും നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയും. അയ്യോ, അതാ മാതാവ് ഇതിൻ്റെ അവസ്ഥ. അവരിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്ക് പോലും നമ്മൾ ഒരുപാട് അവർക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ട്, മക്കളെ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട്, ഭാര്യയെ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട്, ഭർത്താവ് എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട്, നമ്മുടെ എല്ലാം അവരാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട്, അവരുടെ ചെറിയൊരു വാക്ക് പോലും നമ്മളെ തകർത്ത് കളയുന്ന അവസ്ഥ. കാരണം അവരുടെ ഹൃദയത്തെ വശീകരിക്കുന്നു. നമ്മൾ ചെയ്തതൊക്കെ മറക്കുമാറാക്കും വിധത്തിൽ, ഇവനെക്കാളും ഇതാണ് നല്ലത്, എൻ്റെ അപ്പനെക്കാളും എൻ്റെ കൂട്ടുകാരനാണ് നല്ലത്, എൻ്റെ അമ്മയെക്കാളും എൻ്റെ കൂട്ടുകാരനാണ് നല്ലത് എന്ന് പറയുന്ന നിലയിൽ നല്ലത് പറയുന്ന നിങ്ങളെ വേണ്ട, അവരുടെ നല്ല ഭാവി സ്വപ്നം കാണുന്നവരെ വേണ്ട. കാരണം തലമുറകൾ വശീകരിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ചുമ്മാ പരന്ന പ്രാർത്ഥനയല്ല ആവശ്യം. പ്രിയരെ, നിങ്ങൾ തിരിച്ചറിയുക, കാലഘട്ടം തിരിച്ചറിയുക. ഒരു വലിയ കാലഘട്ടത്തിൻ്റെ ചേഞ്ചാണ് കാൽവരിയിൽ സംഭവിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു ക്രൂശുമായിട്ട് കാൽവരിയിലോട്ട് പോകുമ്പോൾ സ്ത്രീകൾ അല്ലമുറയിട്ട് കരയുക. സ്തോത്രം. അതിൽ അപ്പം തിന്നവർ കാണും, അത്ഭുതം കണ്ടവർ കാണും, കണ്ണ് കിട്ടിയ മകൻ്റെ അമ്മ കാണും, കാല് കിട്ടിയ സഹോദരൻ്റെ ഭാര്യ കാണും. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്, അവർ അല്ലമുറയിട്ട് കരയുക. അപ്പോൾ യേശു പറയുക, സ്തോത്രം, നിങ്ങൾ തിരിച്ചറിയുക, ഇതല്ല, അടുത്ത ലെവൽ വേറെയാ. ആമേൻ. നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരയുവീൻ. സ്തോത്രം. പ്രിയരെ, പരന്ന ഒരു ആത്മീയ ജീവിതം അല്ല ഈ കാലഘട്ടത്തിൽ. നിങ്ങൾ ചിലതിനെ പിടിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് വരുവാൻ നിങ്ങൾക്ക് കഴിയണം. ഹൃദയങ്ങളെ വശീകരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം വർക്ക് ചെയ്യുന്നുണ്ട്. ആമേൻ, സ്തോത്രം. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്നവരെ, നിങ്ങൾക്ക് വിലയേറിയതായിരിക്കുന്നവരെ വശീകരിച്ചെടുക്കുന്ന ഒരു പൈശാചിക മണ്ഡലം വർക്ക് ചെയ്യുന്നുണ്ട്. വശീകരിക്കുവാൻ കഴിവുള്ളവർ, വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും വശീകരിക്കുവാൻ കഴിവുള്ളവർ. നിൻ്റെ ബുദ്ധിയുള്ള മകളെ വശീകരിക്കുവാൻ കഴിവുള്ളവർ, നിൻ്റെ ബുദ്ധിയുള്ള മകനെ വശീകരിക്കുവാൻ കഴിവുള്ളവർ, നിൻ്റെ ബുദ്ധിയുള്ള ഭർത്താവിനെ വശീകരിക്കുവാൻ കഴിവുള്ളവർ, നിൻ്റെ ബുദ്ധിയുള്ള ഭാര്യയെ വശീകരിക്കുവാൻ കഴിവുള്ളവർ. അതെ, ആ പൈശാചിക മണ്ഡലത്തെ തകർക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അതിനെ തകർക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. തിരിച്ചറിയുക, ചിലത് തകർക്കപ്പെട്ടാൽ മാത്രമേ അവർ തിരികെ വരത്തുള്ളൂ. ആമേൻ, സ്തോത്രം. എത്ര പിന്നാലെ കിടന്ന് ഓടിയാലും നീ കൂടുതൽ ഓടുന്തോറും അവർക്ക് നീ ശത്രുക്കളായി മാറും. ആമേൻ, സ്തോത്രം. ആ മകളോട് നീ എത്ര കൂടുതൽ സംസാരിച്ചാലും അവൾക്കിപ്പം ദേഷ്യം, മുടിഞ്ഞ പറയണ്ടല്ലോ പിന്നെ പറയുന്ന വാക്കുകൾ. ഒരമ്മയെന്ന നിലയിൽ കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത, ഒരപ്പനെന്ന നിലയിൽ കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ പറയുന്നു. കാരണം എന്താ? അവർ വശീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. വശീകരിക്കപ്പെട്ടിരിക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ തന്നെ 2-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഈ ജനത്തിൻ്റെ ഹൃദയം അബ്ശാലോമിനോട് പറ്റി. അപ്പോൾ രാജാവിന് കാര്യം മനസ്സിലായി. ഇനി 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജനം ഹൃദയം കൊണ്ട് അബ്ശാലോമിനെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി അബ്ശാലോം വന്നിട്ട് നമ്മളെ കൊന്നുകളയും, അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാം, ജീവൻ രക്ഷിക്കണം. ജീവൻ കൈപ്പിടിച്ചുള്ള ഓട്ടം അല്ലേ സഹോദരി? എവിടെയെങ്കിലും പോയി ചാവാൻ വയ്യ, അടികൊണ്ട് ചാവാൻ വയ്യ, അവൻ്റെ തല്ലുകൊണ്ട് ചാവാൻ വയ്യ, ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടം.
അങ്ങനെ ഓടുമ്പോൾ നോക്കിയേ 16:5 വാക്യങ്ങളിൽ ശിമയി കടന്നു വന്നിട്ട് മണ്ണ് വാരി ഇറങ്ങി ശപിക്കുക, ശാപവാക്കുകൾ പറയുക. അയ്യോ, ശാപം 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 ശാപവാക്കുകൾ പറയുക. ആരാ ശപിക്കുന്നത്? ഈ ശിമയി ഉൾപ്പെടെ ഉള്ളവർക്ക് വേണ്ടിയാ രാജാവ് യുദ്ധം ചെയ്തത്, ദാവീദ് യുദ്ധം ചെയ്തത്. അല്ലെങ്കിൽ ആട്ടിടയനായിട്ട് സന്തോഷമായിട്ട് ഇശായുടെ മോനായിട്ട് ലാവിഷായിട്ട് ജീവിച്ചതാണ്. തൻ്റെ പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഈ ജനത്തിന് വേണ്ടി നിന്നു, ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്തു, മുൻപിൽ നിന്നു. ആരുടെ പിന്നിലല്ല അവസാന ദിവസങ്ങളിൽ വരെ ദാവീദ് നിൽക്കുന്നത്. അവസാന ദിവസങ്ങളിൽ പടനായകന്മാർ ദാവീദിനെ വഴക്ക് പറയുന്നത് പോലും കാണുവാൻ കഴിയും. നീ ഇങ്ങനെ മുമ്പ് വന്ന് നിന്ന് ഇസ്രായേലിൽ ഒരു അനർത്ഥമുണ്ടാക്കരുതേ. അവസാന ദിവസങ്ങളിൽ വരെ മുമ്പിൽ നിന്ന് മുന്നണി പോരാളി, എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്ന, എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും മുമ്പിൽ നിൽക്കുന്നവർ ശാപവാക്കുകൾ കേൾക്കുക. സഹിക്കാൻ വയ്യല്ലേ ശാപവാക്കുകൾ കേട്ട് കേട്ട്? സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ, ശാപവാക്കുകൾ കേട്ട് നിരാശപ്പെടണ്ട. ആ ശപിക്കുന്നവർ നിന്റെ കാല് പിടിക്കുവാൻ പോകുക. നോക്കിയേ, 19 അധ്യായം 19 വാക്യത്തിലേക്ക് വരുമ്പോൾ ശിമയി വന്ന് കാല് പിടിച്ച് കരയുക. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആമേൻ. ചിലർ നിന്റെ കാല് പിടിക്കുവാൻ പോകുക. സഹോദരി, ശാപവാക്കുകളുമായി നിന്നെ വിടാതെ പിന്തുടരുന്ന ചിലർ നിന്റെ കാല് പിടിക്കുവാൻ പോകുക. വശീകരിക്കുന്ന ചില മണ്ഡലങ്ങൾ തകർക്കപ്പെടുമ്പോൾ, ചില വ്യക്തികൾ തകർക്കപ്പെടുമ്പോൾ ചിലർ വരും. ഇന്ന് ശപിക്കുന്ന ചിലർ വരും. ഇന്ന് നിന്റെ തകർച്ച കണ്ട് സന്തോഷിക്കുന്ന ചിലർ വരും. ഇന്ന് നീ ഒഴിവാക്കപ്പെടുന്നത് കണ്ട്, ഇന്ന് നീ വരുമാനമില്ലാത്തവനായി തീർന്നത് കണ്ട്, ഇന്ന് നീ നന്മ അനുഭവിക്കുവാൻ കഴിയാത്തവനായി തീർന്നത് കണ്ട്, ഇന്ന് നീ കടക്കാരനായി തീർന്നത് കണ്ട് പരിഹസിക്കുന്നവർ, അപമാനിക്കുന്നവർ, ശപിക്കുന്നവർ നിന്റെ കാല് പിടിക്കുന്ന ദിവസങ്ങളെ എൻ്റെ ദൈവം നിന്റെ മുൻപിൽ സമ്മാനിക്കും. നോക്കൂ, 19 അധ്യായം 15 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആരുടെ മുൻപിൽ നിന്ന് ആരെ ഭയന്നാണോ ദാവീദ് ഓടി രക്ഷപ്പെട്ടത്, ആ ജനം യോർദാൻ കടവിൽ ഇറങ്ങുക. എന്തിനാ? ദാവീദിനെ വീണ്ടും സ്വീകരിക്കുവാൻ. ഓ താങ്ക് യു ലോർഡ്. ദൂത നിന്നെ സ്വീകരിക്കുവാൻ അവർ ഇറങ്ങി വരിക. നിനക്ക് ജോലി തരുവാൻ ആ സ്ഥാപനം ഇറങ്ങി വരിക. നിന്നെ പ്രൊമോട്ട് ചെയ്യുവാൻ ആ സ്ഥാപനം തയ്യാറാകുക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിനക്ക് സാലറി വർധനവ് തരുവാൻ ആ സ്ഥാപനം ഇറങ്ങി വരിക. സാലറി പാക്കേജ് ചർച്ച ചെയ്യപ്പെടുവാൻ പോകും യേശുവിൻ നാമത്തിൽ. ആ പോസ്റ്റ്, നിനക്കവിടെ ഒരു പോസ്റ്റ് ഉണ്ടാകുവാൻ പോകും യേശുവിൻ നാമത്തിൽ. സഹോദരി, നിന്റെ ആ സ്തോത്രം ഭാര്യ എന്ന സ്ഥാനം തിരികെ തരുവാൻ അവർ ഇറങ്ങി വരിക. അവർ ഒരുമിച്ച് ഇറങ്ങി വരിക. ആ കുടുംബം ഒരുമിച്ച് ഇറങ്ങി വരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അവർ ഒരുമിച്ച് ഇറങ്ങി വരിക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ പൈശാചിക മണ്ഡലം തകർന്ന്, ഓ റാധിയ ഷഖറഥനെ ഷന്ധാർഗന, യേശുവിൻ നാമത്തിൽ അവർ ഒരുമിച്ച് ഇറങ്ങി വരിക. നിന്റെ ഭർത്താവ് എന്ന സ്ഥാനത്ത് തിരികെ തരുവാൻ, നിന്റെ ഭാര്യയെ വശീകരിച്ച, നിന്റെ കുടുംബത്തെ വശീകരിച്ച ആ പൈശാചിക വ്യാപാരങ്ങളെ തകർത്ത് യേശുവിൻ നാമത്തിൽ. ആമേൻ ആമേൻ. ഭയപ്പെടേണ്ടതേ ഇല്ല. അബ്ശാലോമില്ല. നോക്കൂ, വചനം പറയുന്നു 18:3 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകമാണ് കേട്ടോ. അവൻ തൂങ്ങിക്കിടന്നു, മുടി കൊണ്ട് കഴുത്തി ചുറ്റി തൂങ്ങി, വല്ലാത്തൊരു കിടപ്പ. ചിലരെ കർത്താവ് തൂക്കും, വശീകരിക്കുന്ന ചിലരെ കർത്താവ് തൂക്കി മാറ്റും യേശുവിൻ നാമത്തിൽ. ആമേൻ. ഓ സ്തോത്രം. മാതാവേ പിതാവേ, നിന്റെ മക്കളെ വശീകരിക്കുന്ന ചിലരെ യേശു തൂക്കി മാറ്റും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ ജീവിതത്തിൽ നിന്ന് യേശു അവരെ തൂക്കി മാറ്റും. അവർ തിരികെ വരും. എവിടെയൊക്കെ ഏതൊക്കെ സ്ഥാനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടുവോ, എവിടെയൊക്കെ അവർ ഒന്നുമില്ലാത്തവരായി തീർന്നുവോ, സ്തോത്രം, ആ ക്ലാസ്സിലും ആ സ്കൂളിലും ആ കോളേജിലും, സ്തോത്രം, അവർക്ക് വിരോധമായി അവർക്കൊപ്പമുള്ളവരെ മാറ്റുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. വശീകരണത്തിൻ്റെ പൈശാചിക മണ്ഡലം. അവരെ ഒറ്റയ്ക്കാക്കി തീർക്കുന്ന, അവരെ തലകുനിപ്പിക്കുന്ന, അവരെ പരാജയപ്പെടുത്തുന്ന ആ പൈശാചിക മണ്ഡലത്തെ യേശു തകർക്കുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ആമേൻ. സ്തോത്രം. ആ വശീകരണം, നിനക്ക് പൈസ തരാമെന്ന് പറയുന്നത്, നിനക്കൊപ്പം നിൽക്കാമെന്ന് പറയുന്നവർ പെട്ടെന്ന് മാറുന്നു. അവരെ വശീകരിക്കുന്ന ചില വ്യക്തികൾ, അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം, നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നവർ, നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി സംസാരിക്കാമെന്ന് പറയുന്നവർ സംസാരിക്കുന്നില്ല. നിനക്ക് വേണ്ടി സംസാരിക്കാമെന്ന് പറയുന്നവർ സംസാരിക്കുന്നില്ല. കേൾക്ക്, അതിന് തക്കവണ്ണം അവരെ ആക്കി മാറ്റുന്ന പൈശാചിക മണ്ഡലം വശീകരിച്ചു. ഓ താങ്ക് യു ലോർഡ്. നിനക്ക് വിരോധമായി അവരുടെ ഹൃദയങ്ങളെ വശീകരിക്കുന്ന, നിനക്കൊപ്പം നിൽക്കേണ്ടവരെ, നിന്നെ സ്നേഹിക്കേണ്ടവരെ, നിന്നെ കരുതേണ്ടവരെ, നിന്നെ ചേർത്ത് നിർത്തേണ്ടവരെ വശീകരിച്ച് നിന്റെ സ്ഥാനത്തെ തകർത്ത് കളയുന്ന, നിന്റെ അനുഭവങ്ങളെ തകർത്ത്, ഓ യെസ്, യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ ആ വശീകരണ മണ്ഡലം തകർക്കപ്പെടുക. പ്രിയരെ, സ്തോത്രം. ആമേൻ. ചിലത് തകർക്കപ്പെട്ടാലേ, ആമേൻ ആമേൻ ആമേൻ, സ്തോത്രം, ചിലത് തകർക്കപ്പെട്ടാലേ അതിന് എന്തെങ്കിലും
ഈസി വേ ഇല്ല. ആമേൻ. പലർക്കും ഇപ്പോൾ എളുപ്പ വഴി, എങ്ങനെ എളുപ്പം, ഇന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരത്തിനകത്ത് അല്ല പ്രിയരെ. ഇത് 1-2 ദിവസങ്ങൾ കൊണ്ടുണ്ടായ പരിപാടിയല്ല. അബ്ശാലോം പണി തുടങ്ങിയത് ഒരു ദിവസം കൊണ്ടല്ല. അബ്ശാലോമിന് പിന്നിൽ വ്യാപരിച്ച പൈശാചിക മണ്ഡലം പണി തുടങ്ങിയത് ഒരു ദിവസം കൊണ്ടല്ല. ആമേൻ. നോക്കൂ, നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചു നോക്കൂ. സ്തോത്രം. ഈ ദാവീദ്, ഞാൻ പറഞ്ഞു, ഇത്രയും ശ്രേഷ്ഠനായ, ഇത്രയും ഭയങ്കര സംഭവമായിട്ട് ഞാൻ പറഞ്ഞു, ആ ദാവീദ് ഒന്നുമില്ലാതിരുന്ന കാലത്തെ തുടങ്ങിയതാ പിശാചിൻ്റെ കളി. സ്തോത്രം. അവൻ്റെ ആടുകളെ കീറുവാൻ സിംഹമായി, കരടിയായി. സ്തോത്രം. സിംഹത്തിനും കരടിക്കും ആടുന്നൊന്നുമില്ല, ആളും ഒക്കെയാ. ആമേൻ. അന്നേ തുടങ്ങിയതാ. യുദ്ധഭൂമി കയറിയപ്പോൾ ബന്ധുക്കളെ, തൻ്റെ സഹോദരന്മാരെ മുൻനിർത്തി തുടങ്ങിയ കളിയാ. സ്തോത്രം. ഗോലിയാത്തിനെ ഇറക്കി തുടങ്ങിയ കളിയാ. രാജാവിനെ ശത്രുവാക്കി തുടങ്ങിയ കളിയാ. ആമേൻ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആമേൻ. സ്തോത്രം. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് നിസ്സാര കാര്യമല്ല. ആമേൻ. സ്തോത്രം. ദൈവവുമായി ചേർന്നുള്ള ഒരു ജീവിതം തന്നെ ആവശ്യം. ഈ വശീകരണ തന്ത്രങ്ങളെ ജയിക്കണമെങ്കിൽ, വശീകരിച്ചു കൊണ്ടുപോകുന്നതിനെ തിരികെ പിടിക്കണമെങ്കിലും, സ്ഥായിയായി നിലനിർത്തണമെങ്കിലും, നിങ്ങൾക്കൊരു തിരികെ വരവ് സാധ്യമാകണമെങ്കിലും ദൈവത്തോട് ചേർന്നുള്ളൊരു ജീവിതം. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളായിരിക്കുമ്പോൾ, അതെ, ആ ഫാമിലി ദൈവമുള്ള കുടുംബമാണ്. നമ്മൾ ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സന്തോഷത്തോടെ എനിക്ക് പറയുവാൻ കഴിയുന്നത്, അതെ, പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഇവിടെ കുറവില്ല. നമ്മൾ അത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിന്ന് ആ പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറത്തുള്ളതല്ല, പൈശാചിക മണ്ഡലം. പ്രിയരെ, അകത്തുള്ളത് അല്ലെങ്കിൽ പിന്നിൽ വ്യാപരിക്കുന്നത് തകർന്നാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ഓ സ്തോത്രം. നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ആ പിശാച് നിങ്ങളെ വിടത്തില്ല. തകർക്കേണ്ടതിനെ തകർക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യം. വശീകരിക്കുന്നതിനെ, ഭർത്താവിനെ വശീകരിക്കുന്ന, ഭാര്യയെ വശീകരിക്കുന്ന, മക്കളെ വശീകരിക്കുന്ന, ആത്മീയ ജീവിതത്തെ വശീകരിക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തെ വശീകരിക്കുന്ന, ശുശ്രൂഷയെ വശീകരിക്കുന്ന, നന്മകളെ വശീകരിക്കുന്ന, അനുഗ്രഹങ്ങളെ വശീകരിക്കുന്ന, അടുത്തുള്ള ഒരു ലെവലിലേക്കുള്ള കാൽവെപ്പിന് തടസ്സമായി പോലും നിൽക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ തകർക്കുവാൻ പ്രാർത്ഥന, ഉപവാസം ആവശ്യം. പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പുറമേ കാണുന്നതല്ല, പിന്നിൽ വ്യാപരിക്കുന്നതിനെ തകർക്കുവാൻ കർത്താവ് നമ്മെ ഒരുമിച്ച് ശക്തരാക്കി തീർക്കും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക. അവരോട് പറയുക, പ്രൈസർ ഫാമിലിക്കൊപ്പം അവരെ ചേർത്ത് നിർത്തുക. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്ത പക്ഷം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാൽ ഒരു ആത്മീയ ആരാധന, പിന്നാമ്പുറങ്ങളെ തിരിച്ചറിഞ്ഞ് ജയിക്കുവാൻ കഴിയുന്ന ഒരു ആത്മീയ ആരാധന മിസ് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങളൊരു ആലയത്തിൽ പോകാത്ത വ്യക്തിയാണ്, ആലയത്തിൽ കടന്നു വരുവാൻ കഴിയുന്ന ദൂരത്തിലായിരിക്കുന്നുവെങ്കിൽ കടന്നു വരിക. വൈകുന്നേരം വേഗത്തിൽ നമ്മൾ തുടങ്ങും നെയ്യാറ്റിൻകരയിൽ. അവിടെയും നിങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാം. ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ചെടുക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. അതുപോലെ 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയും നടത്തപ്പെടുന്നു. അവരും വളരും. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, വശീകരിച്ച് പ്രിയപ്പെട്ടവരുടെ പേര് നഷ്ടപ്പെടുത്തി കളയുന്ന, സ്ഥാനങ്ങളെ കവർന്നു കളയുന്ന, കണ്ണുനീരും നിരാശയും വേദനയും സമ്മാനിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാൻ, എതിർത്ത് നിൽക്കുവാൻ ഇന്ന് ശക്തി പകർന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവർക്ക് പഴയ സ്ഥാനങ്ങളെ തിരികെ നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ഇവരെല്ലാം രോഗികൾ ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗമണ്ഡലങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. പകർച്ചവ്യാധികൾ മാറിപ്പോകട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. കണ്ണിൽ രോഗമായി ഭാരപ്പെടുന്നവർ യേശുവിൻ സൗഖ്യമാകട്ടെ. ഡയബറ്റിക് റെറ്റിനോപ്പതികൾ മാറിപ്പോകട്ടെ. കണ്ണിലെ ചില നീരിൻ്റെ ബുദ്ധിമുട്ടുകളായി ഭാരപ്പെടുന്നവർ യേശുവിൻ സൗഖ്യമാണ്. എല്ലാ രോഗങ്ങളും മാറട്ടെ. ബലഹീനതകൾ മാറിപ്പോകട്ടെ. ശരീരം തളർന്നു പോകുന്ന അവസ്ഥകൾ മാറട്ടെ. ഓ സ്തോത്രം. ആന്തരിക അവയവങ്ങളിലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. മാറ്റിവെച്ച സർജറികൾ ഇനി ഇല്ല എന്ന് പറയും വിധത്തിൽ ഇപ്പോൾ കർത്താവ് ചിലരെ തൊടുക. പ്രാർത്ഥിക്കുക സഹോദര, ആ ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക. ഇനി സർജറി നടത്തുവാൻ അവിടെ ഒന്നുമില്ല. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൻ ചില ആശുപത്രി കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. ഇൻഫെക്ഷനുകൾ മാറിപ്പോകട്ടെ. ആന്തരിക അവയവങ്ങളിലെ ഇൻഫെക്ഷൻ മാറട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ.
സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. തലമുറകൾ അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ, വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ, ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. സ്തോത്രം. മക്കളെ പഠിപ്പിക്കാനുള്ള നന്മകൾ മാതാപിതാക്കളുടെ കരങ്ങളിൽ ഉണ്ടാകട്ടെ, വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ, ഉദരഫലങ്ങൾ ചൊരിക്കട്ടെ, രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ, ഇവരിലൂടെ കുടുംബം നന്മ പ്രാപിക്കട്ടെ, അഭിവൃദ്ധി പ്രാപിക്കട്ടെ, വിശാലത കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ടത്. IELTS, OET, പ്രോമെട്രിക് മത്സര പരീക്ഷകൾ എഴുതി ആയിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ അങ്ങ് തുറന്നു കൊടുത്താട്ടെ. ഈ പ്രിയപ്പെട്ടവരോട് അങ്ങ് കൂടിയിരിക്കണമേ കർത്താവേ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ, വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ, വിദേശ രാജ്യങ്ങൾ പല നിലകളിൽ ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടട്ടെ, ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ, തൊഴിൽ സംബന്ധമായുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ, തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ, പുതിയ ജോലികൾ ലഭിക്കട്ടെ, നഷ്ടപ്പെട്ടു പോയ ജോലികൾ തിരികെ ലഭിക്കട്ടെ, നഷ്ടപ്പെട്ടു പോയ ആ പോസ്റ്റിലേക്ക് തിരികെ വരട്ടെ യേശുവിൻ നാമത്തിൽ. അപ്പൻ അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്മയുണ്ടാകട്ടെ, ഇവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ. തടസ്സമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പോരാട്ടവും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ. കുടുംബജീവിതങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ, കലഹവും കലക്കവും മാറിപ്പോകട്ടെ, ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ, ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ, പങ്കാളികളുടെ ഹൃദയങ്ങളെ വശീകരിക്കുന്ന പൈശാചിക മണ്ഡലം തകരട്ടെ, കലക്കത്തിനും കാരണമാകുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളും വിട്ടുമാറട്ടെ, മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ, ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ, പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ, സ്വദേശത്തും വിദേശത്തും ഇവർ മാനിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലിൽ ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചതായിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.